നമുക്കൊക്കെ ഏതെങ്കിലും കാലത്ത് ചില വിയേർഡ് ഡേറ്റിംഗ് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള് ഇന്ന ആളുടെ ഫാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം, അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയകൾ ഉണ്ടാവും. അങ്ങനെ ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു വിയേർഡ് ഡേറ്റിംഗ് ക്രൈറ്റീരിയ ആയിരുന്നു എൻ്റെ പാർട്ട്ണറാകുന്ന ആള് ആനന്ദ് ഗാന്ധിയുടെ 2012 ഷിപ്പ് ഓഫ് തീസിയസ് മൂവി കണ്ട ആളായിരിക്കണം. പക്ഷേ ഈ ക്രൈറ്റീരിയയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇന്നും എൻ്റെ ഫ്രണ്ട് സർക്കിളിലും എനിക്ക് പരിചയമുള്ള ആളുകൾക്കിടയിലും ഞാൻ ഉൾപ്പെടെ ആകെ 3 പേരെ ഈ സിനിമ കണ്ടതായിട്ട് എനിക്ക് അറിവുള്ളൂ. അതിൽ തന്നെ ഒരാളെ ഞാനാണ് അത് കാണിച്ചത്. ഏൻഷ്യൻ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഹീറോ ആയിരുന്നു തീസിയസ്. തീസിയസിന്റെ കപ്പല് അതിന്റെ റിപ്പയറിന്റെ ഭാഗമായിട്ട് അതിൽ ഓരോ പലകളുമായിട്ട് മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ആ കപ്പലിലെ എല്ലാ പലകളും റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ കപ്പല് യഥാർത്ഥത്തിൽ തീസിയസിന്റെ കപ്പലാണ്. ഇനി ആ മാറ്റിവെക്കപ്പെട്ട പലകളെല്ലാം ചേർത്ത് നമ്മളൊരു പുതിയ കപ്പൽ ഉണ്ടാക്കിയാൽ അതാണോ തീസിയസിന്റെ കപ്പൽ? ഇതാണ് ഷിപ്പ് ഓഫ് തീസിയസ് പാരഡോക്സ്. ഈ പാരഡോക്സിനെ ബേസ് ചെയ്തിട്ടാണ് 2012 ആനന്ദ് ഗാന്ധി ഷിപ്പ് ഓഫ് തീസിയസ് സിനിമ നിർമ്മിച്ചത്. അതിൽ ബ്ലൈൻഡ് ആയ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ജെയിൻ മോങ്ക്, ഒരു സ്റ്റോക്ക് ബ്രോക്കർ, ഇവരുടെ ലൈഫിലൂടെ, അവരുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ജേണിയിലൂടെ ആണ് ആനന്ദ് ഗാന്ധി ഈ പാരഡോക്സിനെ എക്സാമിൻ ചെയ്യുന്നത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം, ഞാനന്ന് ഫിലോസഫിയിൽ കുറച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വളരെയധികം കിട്ടിയ ഒരു സിനിമ ആയിരുന്നുകൊണ്ടാണ് എനിക്കിത് വളരെ ഫേവറേറ്റ് ആയിരുന്നത്. എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഒരു എൻട്രി ബാരിയർ ഉണ്ട്. അതായത് ഈ സിനിമ ശരിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രീ റിക്വസിറ്റ് നോളജ് ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് ഇതേപോലെ എൻട്രി ബാരിയർ ഉള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയ സിനിമകളോട് അത്ര താല്പര്യമില്ല. കാരണം സിനിമ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ഇതേപോലെ വിയേർഡായ എന്തെങ്കിലും ഡേറ്റിംഗ് ക്രൈറ്റീരിയകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. പ്ലസ് ആരെങ്കിലും ഷിപ്പ് ഓഫ് തീസിസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക.